അല്ല ബഷീറേ, ഇപ്പൊ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മള് കുവൈത്തിൽ ജയിലില്ല, ഇനി കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ, സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടോക്ക് അതൊക്കെ ജുബ്ബ അടിക്കാവേ, ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി, അറബിയുടെ കുപ്പായോ? ജുബ്ബൊക്കെ കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദക്കാണ് കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞില്ല. അതെ എന്നോട് ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ് നമ്മൾ വരട്ടെ, നമ്മൾ വരച്ചാ പത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ. പണ്ട് ഞമ്മൾ കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ? ഹള്ള പൊന്നോളാ, നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാഞ്ഞേന്ന ഓരോ പറച്ചില്. ഞമ്മടെ വായാലും നാവ് നന്നല്ലെന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടി ചൂനെ ഇവിടെയുള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ, ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ദാ കുപ്പായത്തിന്റെ അളവ്. മോനെ, ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാങ്കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡില് ഓട്ടിച്ച് വരികയാണ്. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരികയാണ്. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ വീഴുകയാണ്. ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് നമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു നമ്മൾ ബ്രേക്ക് കാരണട്ടോ പൊട്ടാളി ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തുക്കാ, രോമ എണീച്ച് നിൽക്കണ്. ആളെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ഓ, ആരാണെന്ന് ചോദിക്കുന്നായേ? ആരാണ് നിങ്ങൾ പറയും? സദ്ദാം ഹുസൈൻ. അതാണ്. എന്റെ ഗുരുവായൂരപ്പാ, നമ്മളോട് ചോദിക്കാണ് വേറെ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഗോ. മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വീട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? കുറവായാലും കൂടുതലായാലും കണക്ക് അസീസിന്റെ പോവും. അല്ലല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി അതിനൊക്കെ എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണ ചെയ്യണു. അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരം? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജേക്കലാണ്. ചാവും പകലും പട്ടിനെ എന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മൾ ആളല്ലേ? നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക.
ആലോചന വല്ലതും ഉണ്ടോ? ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലും എന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ, അല്ലേ? ഒരു 18 മനസ്സപ്പൊ നീ ഞമ്മക്ക് ഇത്തിരി നീങ്ങിയിരുന്നോ. അതിന് മൂരി സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ? നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു പിടിക്കേ. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പൊ മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ, ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ നോക്കൂ. അറിയാം, ഒന്ന് അങ്ങോട്ട് മാറി, നമ്മളൊന്നങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിൽക്കാനാണ്. നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടോ മോനെ. പോട്ടെ. ആ ആ എന്തായി ജബാർക്ക? ഒരു ദിവസം കുന്നന്തക്കാരിക്കാർ ഒരു വാർത്ത കേൾക്കും, ജബ്ബാർ ഒരു പെണ്ണുമായിട്ട് കടന്നു കളഞ്ഞെന്ന്. അതുവരെ കളിച്ചിന്റെ ഉമ്മ നോക്കിച്ച. പരപ്പരം കാണിക്കാരെയും പിടിച്ചില്ലേ? കാണുന്നവരൊക്കെ എനിക്ക് പിടിക്കാനിട്ട്. ജബാർക്ക രാവിലെ പറഞ്ഞില്ലേ എന്ത് ഹൈദ്രോസിക്കാരുടെ മോടെ കാര്യം? എന്താ അവളുടെ പേര്? ആമിന അല്ലേ? എന്തേ എനിക്കാലോചിക്കണ? ദേ ചന്തയിൽ അവളുടെ ബാപ്പയുണ്ട്, മൂരി. ചെന്ന് ചോദിച്ചാ മതി. അപ്പൊ ആരാ? ഞാനാ വാതിൽ തുറക്ക്. നീ എന്താ രാത്രി പുറത്ത്? വാതിൽ തുറക്ക്, പറയാം. കേറ്. ഒരാളൂടെ ഉണ്ട്. ആരാ? കേൾക്കോ? പക്ഷേ തുണി മാറ്റാൻ. മാഷ് അസീസ് നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. ആഹാ. അസീസേ, നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ് ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കില്ല, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാണ് എടുക്കണ്ടും. ആ ആ അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞുണ്ണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം. ആ. അല്ലേ? അസീസേ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മദിന്റെ മോളായാലും. അത് വേണ്ട, അത് വേണ്ട. അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിന എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മൂര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ? ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയില്ലെങ്കിലും
കൂടെ നിന്ന് പൊന്നിൻ കുടം ലാലലാലാലേ ലാലലാ ലാലലേ 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 സിന്ധൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസുര താരാനായ കുശേഖരം ദേ അസീസ് വന്നിരിക്കുന്നു. ഭീമവീനവക്ഷോരുഹ പാണിഭ്യാമളിപൂർണ്ണരത്നദേശകം രക്തസ്ഥലം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ആ ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാനെ. ആമീന്? ഏത് ആമീന? ഹൈദ്രസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനപ്പോ രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പയെടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം മാണിക്യമൗലീസുര താരാനായ കുശേഖരം ഭീമവീനവക്ഷോരുഹ. ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുത്തിരിക്ക് വാസു. ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ പോയതുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? എന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരി 5 ദിവസം വിലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊയ്തീനൊക്കെ മജീദൊക്കെ? അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുകയാ മജീദേ, നീ പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര സീറ്റിലെ ഊർമി. അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിയങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കട്ടെ. മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ, പിടിച്ചോ. യാ അലി, യാ ഉസ്താദ്. എല്ലാത്തിനും തുറത്തും. 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. ഇത് മലപ്പുറമല്ല, കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്ക് ഫ്രീ ആയിട്ടില്ലേ? 10 പൈസ കൊടുക്കണം. എല്ലാം കൊടുക്ക്. ഈ മുതൽ ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. കേട്ടോളേ, ഇന്ന് മുതൽ കുന്നത്തങ്ങാടിയിൽ നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ നിങ്ങൾക്ക്. മഞ്ചേരി മജീദിന്റെ ഓല് പറഞ്ഞുണ്ട്.
ഇവൻ ശരിക്കും ഊരി തന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചോനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കണേ കണ്ടാത്തന്നോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമിയുണ്ട, അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുളത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാനറിയോ? ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുവറോളെ, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോടാ കള്ള ചെക്കൻ. കുറെ നേരം തുടങ്ങിയിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ ഈ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുല്ലാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വൈദേ കാണിച്ചോടാ. ശരി, സകല ഗുരു ശേഖന്മാരെ ബിസ്മില്ലാഹി. ആദ്യം അഖിലാണ്ട കടകൻ കുതിച്ചു മാറി ഇതൊരാഴ്ച കടകൻ ഉറങ്ങുന്ന പ്രതിയോഗി സുഷുപ്തി ഉറക്കം ആഞ്ഞൊന്ന് കുത്തി ആ തടുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തടുത്ത് എടുത്ത് വീണ്ടും ഒക്കെ ഇങ്ങനെ കുട്ടിക്കേരളം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഇരിക്കുമല്ലോ. എന്നാ കൊന്നാണി ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേ. നിങ്ങളെല്ലാം നോക്കി രസിക്കുക. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് തല്ലി പരിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലേ പറഞ്ഞു? നിങ്ങൾ ഐദ്രോസ്കാരം കൊണ്ട് പോകും. വീട്ടിൽ കൊണ്ട് മകളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. നീ പോടാ സെക്കൻഡ്. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോള കൊടുക്കും.